2026 ICC പുരുഷ T20 ലോകകപ്പിൽ സിംബാബ്വെ ഒരു കിടിലൻ അട്ടിമറി വിജയമാണ് സ്വന്തമാക്കിയത്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 19 നടന്ന ഗ്രൂപ്പ് ബിയിലെ അവസാന മത്സരത്തിൽ സഹ ആതിഥേയരായ ശ്രീലങ്കയെ 6 വിക്കറ്റിന് തകർത്താണ് അവർ ഈ അട്ടിമറി നടത്തിയത്. ഈ നിർണായക വിജയം ഗ്രൂപ്പ് ബിയിൽ സിംബാബ്വെയ്ക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തു. അതോടെ അവർക്ക് ടൂർണമെന്റിലെ സൂപ്പർ 8 ഘട്ടത്തിലേക്ക് യോഗ്യത ഉറപ്പിക്കാനായി. ചേസിൽ ക്യാപ്റ്റൻ സിക്കന്ദർ റാസിയുടെ പ്രകടനം നിർണായകമായിരുന്നു. വെറും 26 പന്തിൽ നിന്ന് തകർത്തടിച്ച 45 റൺസുമായി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും റാസ സ്വന്തമാക്കി. 2 ബൗണ്ടറികളും 4 കൂറ്റൻ സിക്സറുകളും ആ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. റാസിയുടെ ഇത് 20ാമത്തെ T20 അന്താരാഷ്ട്ര മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരമാണ്. ഒരു പൂൾ മെമ്പർ രാജ്യത്തിൽ നിന്നുള്ള കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ലോക റെക്കോർഡ് കൂടിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയയെ നേരത്തെ തോൽപ്പിച്ചതിന് പിന്നാലെ സിംബാബ്വെ നേടിയ ഈ ആധികാരിക പ്രകടനം 2026 T20 ലോകകപ്പിലെ അവരുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ശ്രീലങ്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസെന്ന മികച്ച വിജയലക്ഷ്യം നൽകി. ഓപ്പണർ പദം നിസ്സംഗ 41 പന്തിൽ 62 റൺസെടുത്ത് ഇന്നിംഗ്സിന് അടിത്തറയിട്ടു. 8 ബൗണ്ടറികൾ സഹിതമായിരുന്നു നിസ്സംഗയുടെ ഈ ഇന്നിംഗ്സ്. അവസാന ഓവറുകളിൽ പവൻ രത്നായകെ 25 പന്തിൽ 44 റൺസടിച്ച് ടീമിന് മികച്ച കുതിപ്പ് നൽകി. 3 ഫോറും 2 സിക്സും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. സിംബാബ്വെ ബൌളിംഗിന് മുന്നിൽ ശ്രീലങ്കയുടെ മധ്യനിരക്ക് കാര്യമായ സംഭാവന നൽകാനായില്ല. പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ റൺ ഒഴുക്കി നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു. സിംബാബ്വെക്കായി 2026 T20 ലോകകപ്പിനുള്ള ടീമിലിടം നേടിയ വെറ്ററൻ സ്പിന്നർ ഗ്രേം ക്രമർ അനുകൂലമായ പിച്ചിൽ പന്ത് നന്നായി ടേൺ ചെയ്യിച്ച് 27 റൺസ് മാത്രം വഴങ്ങി 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. ബ്ലെസ്സിംഗ് മുസാരബാനിയും ബ്രാഡ് ഇവാൻസും 2 വിക്കറ്റ് വീതം നേടി. ശ്രീലങ്കയുടെ സ്കോർ ഒരു പരിധിയിൽ ഒതുക്കുന്നതിൽ ഇരുവരുടെയും പ്രകടനം നിർണായകമായി. സിംബാബ്വെ വിജയലക്ഷ്യം പിന്തുടർന്ന് കളത്തിലിറങ്ങിയപ്പോൾ ബ്രയാൻ ബെന്നറ്റും ടാഡുവാണാഷെ മരുമാനിയും ചേർന്ന് ഒരു ഗംഭീര 69 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് കെട്ടിപ്പടുത്തത്. യുവതാരം ബെന്നറ്റ് വളരെ ശാന്തമായി, എന്നാൽ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് കളിച്ചത്. 48 പന്തിൽ 8 ഫോറുകളടക്കം പുറത്താകാതെ 63 റൺസുമായി ബെന്നറ്റ് ചേസിംഗിലുടനീളം ടീമിന് ആത്മവിശ്വാസം നൽകി മുന്നോട്ട് നയിച്ചു. 26 പന്തിൽ 34 റൺസുമായി മരുമാനിയും മികച്ച പിന്തുണ നൽകി. എന്നാൽ ലലാഗയുടെ പന്തിൽ മരുമാനി പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയത് സിക്കന്ദർ റസയാണ്. അതോടെ കളിയുടെ ഗതി സിംബാബ്വെയ്ക്ക് അനുകൂലമായി മാറുകയായിരുന്നു. തുടക്കത്തിൽ റസ ഒന്ന് ശ്രദ്ധിച്ചു കളിച്ചു. ആദ്യ 8 പന്തിൽ 4-5 റൺസ് മാത്രം. പക്ഷേ പിന്നീട് കണ്ടത് റസിയുടെ തകർപ്പൻ പ്രകടനമാണ്. ദുഷാൻ ഹേമന്തയുടെ ഓരോവറിൽ തുടർച്ചയായി 2 സിക്സറുകളടക്കം 20 റൺസ് അടിച്ചുകൂട്ടി റസ ശ്രീലങ്കൻ ബൌളിംഗിനെ തകർത്തെറിഞ്ഞു. റസിയുടെ ഈ തീപ്പൊരി ബാറ്റിംഗ് മത്സരം സിംബാബ്വെയ്ക്ക് അനുകൂലമാക്കി മാറ്റാൻ നിർണായകമായി. സിംബാബ്വെ വളരെ ആസൂത്രിതമായി ചേസ് ചെയ്ത് അവസാന ഓവറിൽ 4 പന്തുകൾ ബാക്കി നിൽക്കെ 179 റൺസ് വിജയലക്ഷ്യം മറികടന്നു. ഇത് T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ റൺ ചേസ് വിജയമാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും സിംബാബ്വെ കാണിച്ച ചെറുത്തുനിൽപ്പും തന്ത്രപരമായ ബാറ്റിംഗും ഈ വിജയം അടിവരയിടുന്നു. സിക്കന്ദർ റസിയുടെ മികച്ച ക്യാപ്റ്റൻസിയും റെക്കോർഡ് ഭേദിച്ച് 20ാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയതും ആധുനിക T20 ക്രിക്കറ്റിലെ പ്രധാന താരങ്ങളിൽ ഒരാളായി റസിയെ അടയാളപ്പെടുത്തി. ഈ നേട്ടത്തിൽ അദ്ദേഹം പല പ്രമുഖ കളിക്കാരെയും പിന്നിലാക്കി. പ്രേമദാസ സ്റ്റേഡിയത്തിൽ കണ്ടത് ഒരു ചരിത്ര നിമിഷമായിരുന്നു. ബ്രയാൻ ബെന്നറ്റ് വിജയറൺസ് നേടി സിംബാബ്വെ ടീമിന് അവിസ്മരണീയമായ ഒരു വിജയം സമ്മാനിച്ചു. ആഗോളതലത്തിൽ ശക്തരായ ക്രിക്കറ്റ് രാജ്യങ്ങളെ നേരിടാനുള്ള സിംബാബ്വെയുടെ ലക്ഷ്യബോധവും കഴിവും കൂടിയാണ് ഈ പ്രകടനം കാണിക്കുന്നത്. സിംബാബ്വെയുടെ ഈ കിടിലൻ ജയം അവരെ സൂപ്പർ 8ലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, ടൂർണമെന്റിലെ മറ്റ് ശക്തരായ ടീമുകൾക്ക് ഒരു താക്കീത് കൂടിയായി. ഗ്രൂപ്പ് ബിയിൽ ഒരു തോൽവിയും അറിയാതെ മുന്നേറിയതും മുൻപ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതും ഒക്കെ സിംബാബ്വെ ക്രിക്കറ്റിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവിനാണ് തെളിവ്. ശ്രീലങ്കൻ താരങ്ങളായ ഡുനിത് വെല്ലലാഗെ 8 പന്തിൽ 15 റൺസും ഒരു നിർണായക വിക്കറ്റും, പ്രമോദ് മധുഷൻ 2 ഓവറിൽ 23 റൺസ് മാത്രം എന്നിവരും ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ അവരുടെ ഭാഗം നന്നായി കളിച്ചു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സിംബാബ്വെയുടെ ഈ ഒത്തൊരുമിച്ചുള്ള പ്രകടനവും റസിയെയും ബെന്നറ്റിനെയും പോലുള്ളവരുടെ വ്യക്തിഗത പ്രകടനങ്ങളും ചേരുമ്പോൾ 2026 T20 ലോകകപ്പിലെ ഒരു സർപ്രൈസ് പാക്കേജ് ആകാൻ അവർക്ക് സാധ്യതയുണ്ട്.